ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കരടിമല ദേവീക്ഷേത്രം കണ്ടു. നമ്മൾ അങ്ങനെ നടന്ന് തിരിച്ച് നമ്മൾ മറ്റൊരു ഗംഭീരമായിട്ടുള്ള അമ്പലത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ആ അമ്പലത്തിൻ്റെ പേരാണ് പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രം. ഞാൻ കരടിമല ക്ഷേത്രത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അമ്പലം കാണിച്ചു തന്നായിരുന്നു. പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ. അപ്പോൾ കാഴ്ചയിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ. പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെയും പറഞ്ഞ പോലെ വളരെ പൗരാണികത ഉണർത്തുന്ന രീതിയിലുള്ള ക്ഷേത്രം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കൽവിളക്കാണ് നമ്മുടെ വരവേൽക്കുന്ന ആദ്യ ഒരു ഭഗവാന്റെ സ്വരൂപത്തിൽ ദീപസ്തംഭം എന്നുള്ളതാണ് നമ്മളെ വരവേൽക്കുന്നൊരു സംഗതി. നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ അമ്പലത്തിന് ചുറ്റും ഒന്ന് നടന്നിട്ട് വരാം അല്ലേ. അതിനുശേഷം നമുക്ക് ഭഗവാനെ ഒന്ന് വിശദമായിട്ട് കാണാം. ഇവിടുത്തെ പ്രത്യേകത തന്നെ ആകർഷിച്ച കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചുറ്റുവിളക്കിൻ്റെ സംഭവങ്ങളാണ്. നമ്മളൊന്ന് മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഇത് ഈ ചുമരിൽ നിന്നും വിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മരം തന്നെയാണല്ലോ, ഇത് മരം തന്നെയാണ്. ഈ ചുറ്റുവിളക്കിൻ്റെ സംഭവങ്ങളെല്ലാം ഇരുമ്പിൻ്റെ ചിരാതുകളാണ് അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. എണ്ണ വാർന്നു പോകാതിരിക്കാൻ വേണ്ടി പാത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിപുരാതനമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണർത്തുന്ന ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു വലം നമ്മൾ ഏതാണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു പൗരാണികത വിളിച്ചോതുന്ന ഒരു ക്ഷേത്രം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം ഈ ക്ഷേത്രത്തിനെക്കുറിച്ചും പറയാം. അപ്പോൾ ക്ഷേത്രത്തിന് മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. സ്റ്റേ ട്യൂൺ. മാഷ്, ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്ന് പറയാമോ? ഈ ക്ഷേത്രത്തിൽ വിശേഷമായിട്ട് നടത്തുന്നത് വൃശ്ചികമാസത്തിലുള്ള മണ്ഡലവിളക്ക്, മണ്ഡലം 41 വിളക്ക് കഴിക്കാറുണ്ട്. പിന്നിപ്പോൾ ഈ ക്ഷേത്രവും ഈ നടുവില മഠം, കരടിമല, കാർത്തിക, ശ്രീകൃഷ്ണ ക്ഷേത്രം ചേർന്ന ഒരു ക്ഷേത്രമാണ്. 3 ക്ഷേത്രമാണ് ദേവസ്വത്തിന് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് വേറെ വിശേഷങ്ങൾ നിത്യപൂജയുണ്ട്. ദിവസം 2 നേരം. അത് പറഞ്ഞു അതുണ്ട്. 2 നേരം പൂജയുണ്ട്. ഇവിടെ അതെ, അവിടെ അതെ, ഇവിടെ അതെ. അത് പൂജ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ പൂജിച്ചിട്ട് മേൽശാന്തി എല്ലാവരും ഒറ്റ മേൽശാന്തി തന്നെയാണ് ഈ 3 ക്ഷേത്രങ്ങൾ. അത് ശ്രീകൃഷ്ണ ക്ഷേത്രം, കരടിമല ഭഗവതി ക്ഷേത്രം, പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രം. ഓക്കെ, അത്രേ വിശേഷമായിട്ടുള്ളൂ. ഇതും ഏതാണ്ട് 10-700 വർഷം പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണോ? ഓക്കെ, ആയിരിക്കും. എല്ലാം അത് തന്നെ ആയിരിക്കും തോന്നുന്നു. അതന്നെ മണ്ഡല വിളക്കിന് 41 ദിവസം വിളക്കുണ്ട്. ശരി, പുഴുക്ക് വിളക്കായിട്ട് തന്നെ കഴിക്കുന്നത്. പുഴുക്ക് വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്ക പറഞ്ഞാൽ ഈ വെള്ളപ്പയറ്, ചെറുപയറ് പുഴുകി ശർക്കരയൊക്കെ ഇട്ട് പുഴുകി പ്രസാദമായിട്ട് കൊടുക്കും. അതും കൂടി ചേർന്ന ഫംഗ്ഷനാണ് പുഴുക്ക് വിളക്ക്. അതിൻ്റെ ലാസ്റ്റ് ദിവസം ചെറിയൊരു അന്നദാനമായിട്ട് ചെയ്യാറുണ്ട്. അത് 41 ദിവസമോ? 41. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് ആ നിറദീപ കാഴ്ച ഭയങ്കര ഗംഭീരമായിരിക്കും. മാത്രമല്ല, പക്ഷേ നമുക്ക് ഇവിടുന്ന് കരടിമല ക്ഷേത്രം വരയ്ക്ക് 2 സൈഡിലും കാർത്തിക ദിവസം വിളക്ക് വെക്കാറുണ്ട്. അവിടെ ദേവലോകം പോലെ ഇരിക്കും. നോക്കിയാ അങ്ങനെയാണ്. മുകളിൽ നിന്ന് നോക്കിയാ ശരിക്കും കണ്ട മുകളിൽ നക്ഷത്രങ്ങൾ നോക്കുന്നില്ല, എന്താ പോലെ ഉണ്ടാവും അല്ലേ. ഓ, നമുക്ക് ആ കാഴ്ച മിസ്സായി. പക്ഷേ ഇതെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയത് മഹാഭാഗ്യം ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ചുരുക്കത്തിൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റ് സൂക്ഷ്മാംശങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ? സ്റ്റേ ട്യൂൺ. അപ്പോൾ ഈ വിളക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഈ വിളക്കിൻ്റെ വിശദാംശങ്ങൾ കൂടെ പറയാമോ? ഈ വിളക്ക് വെക്കുന്നത് വാഴത്തണ്ട് വെട്ടിയിട്ട് മണ്ണ് കൊണ്ടുള്ള തകഴി, അതിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് കത്തിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വാഴത്തണ്ട് കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഈ തീപ്പെട്ടി ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ, ഈ തീപ്പെട്ടിയുടെ എന്തായാലും പറയും മട്ടിയില്ലേ, അതെ, അതിൻ്റെ വേസ്റ്റ് ഇത്ര മണ്ണുണ്ടാവും. അതിനെ കട്ട് ചെയ്ത് അതുകൊണ്ടാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ തകഴി വെക്കുന്നത്. ഓക്കെ, അങ്ങനെയാണോ? അതാണ് ശരിക്കും പൗരാണികമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. അതെ അതെ, കാലം മാറുമ്പോൾ കോലവും മാറിപ്പോകും. അതെ ശരി, അത് നമുക്ക് വലിയ ഇൻഫർമേഷൻ ആയിരുന്നു. പക്ഷെ കാലം മാറി നമ്മൾ ചെയ്യാൻ പറ്റുക അല്ലേ? ഈ വാഴ മുഴുവൻ പന്നീർ നശിപ്പിക്കുക. ശരി.
അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബാക്കിലൊരു ആ കാണുന്ന അയ്യപ്പ ക്ഷേത്രം കേട്ടോ, അയ്യപ്പ ക്ഷേത്രം. ആ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു ഗംഭീരമായിട്ട് ക്ഷേത്രക്കുളം. സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ കുളത്തിൽ ചാടി കുളിച്ച് അർമാദിക്കാനുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളത് സമയം 12-12:15 ഉച്ച സമയം. ഈ സമയത്ത് ഈ കുളത്തിൽ ചാടി കുളിക്കുന്നത് മോശമല്ലേ? ഒരുപാട് പേര് അവിടെ കുളിക്കുന്നുണ്ട്, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ ഞങ്ങൾ കുളിയില്ലാത്തൊരു രംഗത്ത് ഒരു കടവിലാണ് ഞങ്ങൾ വന്ന് ഈ സംഗതി ഷൂട്ട് ചെയ്ത് ഞങ്ങൾ കാണിക്കാൻ ഞാൻ വിചാരിച്ചത്. ഗംഭീരമായിട്ടുള്ള കുളമാണ്. നിങ്ങൾ വരുമ്പോൾ ഇവിടെ കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക. നല്ല ആൽമരങ്ങളും വേപ്പും ഒരുപാട് ലതാദികളുടെ ഒരു ശേഖരം തന്നെയാണ് ഈ കുളത്തിൻ്റെ ചുറ്റുമുള്ളത്. ഇഷ്ടം പോലെ ഫ്രഷ് ഓക്സിജൻ നമുക്ക് ലഭിക്കും, നല്ല ആരോഗ്യം നമുക്കിവിടെ കിട്ടും. അതും ഈ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് തരാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായി, നമുക്ക് അവരെയും ഭയങ്കര ഇഷ്ടമായി. കണ്ടോ, അങ്ങനെ നമ്മൾ ചില ഫോട്ടോസിലും വീഡിയോസിലൊക്കെ വേറെയും വരും തോന്നുന്നുണ്ട് ഇതിന് പുറമേ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വ്യക്തമായിട്ട് കാണും. ഞാൻ ഈ കുളത്തിൻ്റെ കുറച്ച് സീൻസ് ഞാൻ ടൈം ലാപ്സിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടൈം ലാപ്സ് വീഡിയോ ഒന്ന് കണ്ടോളൂ. അതേപോലെ നമ്മൾ ഈ ക്ഷേത്രക്കുളത്തിൻ്റെ മറ്റൊരു ആംഗിളിൽ നമ്മൾ നിന്നും എടുക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതിന് നമ്മുടെ ഫുൾ ടീമുകളുമായി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ ആംഗിളിൽ കാണുമ്പോൾ ഒരു കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? കുട്ടനാടോ അല്ലെങ്കിൽ കുമരകോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിക്കുള്ള ഫീലിംഗ് ആണ്. ഇത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ കല്ലൂർ എന്നുള്ള മനോഹരമായിട്ട് ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു വില്ലേജ് ടൂറിസം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പാലക്കാടിൻ്റെ വില്ലേജ് ടൂറിസം. അതിനകത്ത് ആ ടൂറിസം മാപ്പിൽ എന്താണെങ്കിലും നിസ്സംശയം വരാൻ സാധ്യതയുള്ള ഒരു കുളവും ഈ സംഗതികളൊക്കെയാണ് ഈ മേഖലയിൽ എനിക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്കുള്ളത് കേട്ടോ. ഗംഭീരമായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ ഒരു മേഖല കൂടെ ഒന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് കാണിച്ചു തരാൻ വിചാരിച്ചു. സ്റ്റേ ട്യൂൺഡ്. ഇടുക്കാച്ച എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോക്കി തീർന്നൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ അന്തരീക്ഷം ശരിക്കും നിന്ന് ആസ്വദിക്കുക. ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ആണ്, ഇടുക്കാച്ച ആംബിയൻസ് ആണ്. ഒടിയൻ ഒടിയൻ ഒടിയൻ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സുഹൃത്തുക്കളെ, പഴങ്ങോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ എപ്പിസോഡ് ഞാൻ വിശദമായിട്ട് ഏതാണ്ട് കവർ ചെയ്തു. പരമാവധി അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരിക്കുകയാണ്. ശ്രമിച്ചു. അപ്പോൾ ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂട്ടുകാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുള്ളൂ. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ചില അടിപൊളി വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം. കണ്ടുമുട്ടുന്നവരേക്കും ടാറ്റ.